ഞങ്ങളെ സംഘിയാക്കി കളയുമോ എന്ന ഭയം കാരണം അഭിപ്രായങ്ങൾ തുറന്നു പറയാത്ത നിരവധി ആളുകൾ സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം രീതിയിലുള്ള ഒരു ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് നടി മഞ്ജു പിള്ള. അവർ പറയുന്നത് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും പ്രത്യേക മതത്തിലോ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയത്തിലോ വിശ്വസിക്കുന്നവരെ ആളുകൾ വെറുക്കുന്നുണ്ട്, അവരെ സംഘിയാക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ സംഘിയാക്കും. ഈ ഭയം എനിക്കും ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പോഴേ എനിക്ക് ആ ഭയം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഭയത്തെ ഉൽപ്പാദിപ്പിച്ചതാരാ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചാപ്പ കുത്തുക, നീ ഇതാണ് എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും മിണ്ടാതിരിക്കുമല്ലോ. ചിലപ്പോൾ അയാൾ അതുപോലും ആയിരിക്കില്ല, അയാൾ സംഘി പോലും ആയിരിക്കില്ല, പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംഘിയാക്കുക. സംഘപരിവാർ രാഷ്ട്രീയം അത്ര വെറുക്കപ്പെട്ട ആണെന്ന് ഒരു നറേറ്റീവ്സ് ഈ സംസ്ഥാനത്തുണ്ടാക്കുന്നതിൽ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും ഏറെക്കുറെ കോൺഗ്രസും വിജയിച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ സംഖ്യയാണ് ചാണകമാണെന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച് കളയും. പക്ഷേ ആണ് എന്ന് ധൈര്യത്തോടെ പറയുന്നവരും ഇപ്പോഴുണ്ട്. പക്ഷേ ഈ സിനിമയിലും എഴുത്തിലുമൊക്കെ വ്യാപരിക്കുന്നവർക്ക് അത് അങ്ങനെ അങ്ങ് ചാപ്പ കുത്തപ്പെടാൻ ഇഷ്ടമല്ല. കാരണം അവരെല്ലാ വിഭാഗം ജനങ്ങളുടെയും പിൻബലം ആണ് തങ്ങളുടെ നിലനിൽപ്പെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. തുമ്മിയാലുടനെ അത് പിന്നെ മഞ്ജു പറഞ്ഞതുപോലെ തുമ്മിയാലുടനെ അത് കൊറോണ ആണെന്ന് പറയും. പക്ഷേ എല്ലാ തുമ്മലും കൊറോണ വൈറസിൻ്റെ ഫലമല്ല, ഏറെയുമല്ല, 99% പക്ഷേ അങ്ങനെ ചിത്രീകരിക്കപ്പെടുക. പിന്നെ ഒന്ന് പറയുന്നത് BJP അവരൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാൽ ചാപ്പ് കുത്തപ്പെടും എന്ന് പറയുന്നത് BJP ഉദ്ദേശമാണ്. BJPക്ക് കേരളത്തിൽ അധികാരം കിട്ടാത്തതുകൊണ്ടും അതിന് സാർവത്രികമായ ജനപിന്തുണ ഇല്ല എന്ന് കരുതുന്നത് കൊണ്ടുമാണ് പലർക്കും ഈ കാര്യത്തിൽ ഒരു അപമാനം തോന്നുന്ന കാര്യം. അങ്ങനെ ഒരു അപമാനം തോന്നേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ വരൂ. ഈ ജൂൺ 4-ാം തീയതി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പോവുകയാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. എത്ര സീറ്റ് കിട്ടും, അത് 2ആണോ 3ആണോ 5ആണോ എന്ന സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ആളുകൾ ഇപ്പോൾ അവരുടെ വിഷമം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവർക്കൊക്കെ നാവ് വന്നിരിക്കുന്നു. അതാണ് മഞ്ജുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ധൈര്യം വരുന്നു. BJP-കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുത്വ പക്ഷത്തിലും ആ ആശയത്തിലും വിശ്വസിക്കുന്നു എന്ന് ധൈര്യമായി പറയുവാൻ ഓരോ ആൾക്കും പറ്റുന്നു എന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ വന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം. അതൊരു വലിയ മാറ്റമാണ്. ഈ രാഷ്ട്രീയ മാറ്റം പല മേഖലയിൽ ഇനി കൂടുതലായി പ്രതിധ്വനിക്കാൻ പോവുകയാണ്. മഞ്ജു പറയുന്നുണ്ട് താൻ ആദ്യമായും അവസാനമായും മനുഷ്യത്വത്തിലാണ് വിശ്വസിക്കുന്നത്, എനിക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എല്ലാവരും ഭംഗിയന്തരേണ പറയുന്നതാണ്. പക്ഷേ ഏത് മനുഷ്യനാണ് രാഷ്ട്രീയമില്ലാത്തത്? രാഷ്ട്രീയത്തിനെന്താ അപകടം? കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യം അല്ലല്ലോ. കക്ഷി രാഷ്ട്രീയത്തിന് അതിൻ്റേതായ അപകടമുണ്ട്. കാരണം എതിരാളിയെ വെറുക്കാൻ ശീലിക്കും കക്ഷി രാഷ്ട്രീയക്കാരൻ. കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനെ കണ്ടാൽ കുഷ്ഠരോഗിയെ കാണുന്ന പോലെ കാണും. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ദോഷമാണ്. അതേസമയത്ത് അത്തരം തിമിരം ബാധിക്കാത്തവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. മഞ്ജു പിള്ള ധീരമായൊരു അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവരെപ്പോലെ ഇനിയും ആളുകൾ വരും. അവർക്ക് സുരേഷ് ഗോപി ഒരു മാതൃകയാവും, ഒരു മാർഗദീപമാകും. ഞാൻ ആ വാക്കുമല്ല ഉപയോഗിക്കേണ്ടത്, ഒരു ലൈറ്റ് ഹൗസ് ആവും. സംഘി വിരോധം ഹിന്ദു വിരോധമായി തീരുന്നില്ലേ? സംഘി വിരോധം ഹിന്ദു വിരോധം എന്ന് പറയുന്നത് അതൊക്കെ പിന്നെ ആൾക്കാരിങ്ങനെ പറഞ്ഞങ്ങനെ ആക്കുന്നത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ എന്തിനാ അങ്ങനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് വിരോധം വളർത്തുന്നത്? ആരോടും വിരോധം പാടില്ല. ആരെയും വെറുക്കാൻ അതിരിക്കാനാണ് ഹിന്ദു ആശയം തന്നെ. അന്യനെ വെറുക്കാതിരിക്കുക. ഹിന്ദുക്കൾ കൂടുതലും BJP-യിലേക്ക് പോകുന്നുണ്ടോ, അവരുടെ BJP-യിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന ഭയം പലർക്കും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതെ, ഹിന്ദു വിശ്വാസികൾ രാഷ്ട്രീയമായി BJP-യോടൊപ്പം സഞ്ചരിക്കുന്നുവെങ്കിൽ
അത് ബി ജെ പിയുടെ മെച്ചമാണെന്നല്ലേ കരുതണ്ടേ? ബി ജെ പിയിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ കാരണം ബി ജെ പിയുടെ നിലപാടുകൾ, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, അവർ നടത്തുന്ന ഭരണത്തിൻ്റെ നേട്ടം, അവർ ഈ രാജ്യത്തെ ബി ജെ പി നേതാക്കൾ ഒരു വലിയ കാഴ്ചപ്പാടോടെ ദീർഘവീക്ഷണത്തോടെ ഒരു ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് മറ്റു പാർട്ടികളെ വിട്ടിട്ട് ആൾക്കാർ അതിലേക്ക് ചേരുന്നത്. ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടല്ലോ, എല്ലാ ദേശീയ തലത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് ചേർന്നത്. എല്ലാ പാർട്ടികളിൽ നിന്നും ചേരുന്നുണ്ട്. കേരളത്തിൽ ഒരു പ്രമുഖ മാർക്സിസ്റ്റ് നേതാവ് ബി ജെ പി ചേരാനായിട്ട് 3 വട്ടം ചർച്ച നടത്തിയെന്നല്ലേ ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്, ഇല്ലേ? ആ ചർച്ച മുന്നോട്ട് പോയില്ല. അതേപ്പറ്റിയുള്ള വിവാദങ്ങൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിൽ തിരുവനന്തപുരത്ത് ഒരു ബസ് ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിനിടയിൽ ആ ചർച്ച മുങ്ങിപ്പോയി. ഇതിനിടയിൽ RSPയുടെ ഷിബു ബേബി ജോൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഈ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJPക്ക് ഇത്രയേറെ സ്വാധീനം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ ഈ കാണിക്കുന്ന അസ്പർശ്യതയാണ്. അയാൾ പിന്നെ നല്ല രാഷ്ട്രീയ ദീർഘവീക്ഷണമുണ്ടായിരുന്ന ബേബി ജോണിൻ്റെ മകനാണ്. ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗമായിരുന്നു ഷിബു ബേബി ജോൺ. അദ്ദേഹം മന്ത്രിയായിരിക്കെ ഗുജറാത്തിലെ വികസനം കാണാൻ നരേന്ദ്രമോദി ഗുജറാത്തിൽ എന്താണ് ചെയ്തത്, എന്ത് മാജിക്കാണ് കാണിച്ചത് എന്ന് നേരിട്ട് പോയി പഠിച്ച ആളാണ്. പഠിച്ചിട്ട് വന്നിട്ട് അദ്ദേഹം ചെയ്തത്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലായാലും അവിടെ കൊണ്ടുവന്നിരിക്കുന്ന അത്ഭുതങ്ങളെ അദ്ദേഹം ഏറ്റുപറയുകയും അതുപോലുള്ള പ്രവർത്തനം മാതൃകയാക്കുകയും വേണം എന്ന് ഇവിടുത്തെ UDF നേതാക്കളോട് ഉപദേശിച്ച ആളാണ്. അതുകൊണ്ട് ഷിബു ബേബി ജോൺ ഇങ്ങനെ പറഞ്ഞതിൽ ഒരു അത്ഭുതമില്ല. കാര്യങ്ങളെ നേർക്ക് നേർ കാണുകയും വസ്തുതകളെ വിലയിരുത്താൻ അറിയുകയും സത്യസന്ധമായി അത് പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇത്തരം നേതാക്കളുടെ സവിശേഷത. അതാണ് അതിൻ്റെ രീതി. പലരും സത്യമാണെന്ന് ഉള്ളിൽ തോന്നിയാലും മിണ്ടത്തില്ല. ഇപ്പോൾ ഈ BJPക്കെതിരെ അല്ലെങ്കിൽ വരുന്നൊരു വ്യാപകമായിട്ടുള്ള സാധാരണ ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ, ഇവരെപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അമ്പലത്തെ പറ്റിയിട്ട് മറ്റ് വിഷയങ്ങളിലൊന്നും ഇവർ ഇടപെടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിരിക്കുന്നില്ല സാറേ, ഈ ഒരു BJPക്ക് അല്ലെങ്കിൽ RSSനൊക്കെ ഒരു സാംസ്കാരിക മേഖലകളിൽ കുറിച്ചുള്ള സംവാദങ്ങളോ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഇടപെടലുകളൊക്കെ അവർക്ക് കുറവാണോ? ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളതുപോലെ ഒരു ലെഫ്റ്റിനുള്ളതുപോലെ. ലെഫ്റ്റിനെന്താ ഉള്ളത്? ലെഫ്റ്റ് അവർ പിന്നെ പക്ഷപാതപരമായ അടുത്ത് കൂട്ടിയ കുറേ ആളുകൾ വെച്ചുകൊണ്ട് അവരൊക്കെയാണ് മഹാന്മാരെന്ന് പറയുക, അവർക്കൊക്കെ അവാർഡ് കൊടുക്കുക, അവർക്കൊക്കെ പ്രചരണം കൊടുക്കുക. പിന്നെ അവർക്കത് ആ മേഖലയിൽ ഓരോ മേഖലയിലും സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറഞ്ഞാൽ അതിന് എന്ത് പുരോഗമനം ഉള്ളതെന്നറിയില്ലേ. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അങ്ങനെ ഓരോ രംഗത്തും അവർക്ക് അവരുടേതായ സംഘടനകളുണ്ട്. കേരളത്തിലെ ജനങ്ങളെ പല കാറ്റഗറികളായിട്ട് സംഘടനാ മനുഷ്യരാക്കി അതപ്പതിപ്പിച്ചത് CPM ആണ്. തൊഴിലാളിക്ക് തൊഴിലാളി സംഘടന, വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥി സംഘടന, ഇങ്ങനെ മനുഷ്യനെ സംഘടനാ മനുഷ്യനാക്കി മാറ്റി. മനുഷ്യനെ മനുഷ്യനാക്കി കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവനെ സംഘി എന്ന് വിളിക്കും, കോൺഗ്രസ് എന്ന് വിളിക്കും, കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ കലയ്ക്ക് വലിയ രീതിയിലുള്ളൊരു സംഭാവനകൾ നൽകിയൊരു ആശയമാണ് ഹിന്ദു ആശയം എന്നൊക്കെ പല രീതിയിൽ. ഇപ്പോൾ CPM അടക്കം കേരളത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയത് നാടക പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള പങ്കുണ്ട്. നിങ്ങൾ തന്നെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ കലാരംഗത്തുള്ള ഇടപെടലുകൾ BJPക്ക് കേരളത്തിലും ഇതിലുമൊക്കെ കുറവാണോ? അത് ആളുകൾക്കിടയിലേക്ക് ഒരു സ്വാധീനം ഇല്ലാതാക്കാൻ കാരണമല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കലയുടെ ഒരു മേഖലയുണ്ടല്ലോ. അല്ല, ഈ ഇന്ത്യൻ കൾച്ചറും BJP ഉയർത്തുന്ന ആശയങ്ങളും കലാമണ്ഡലത്തിൽ, കലാരംഗത്ത്, സിനിമയിൽ, ചിത്രകലയിൽ, സംഗീതത്തിൽ ഒക്കെ ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇന്ത്യയിലെ അടിസ്ഥാനപരമായ എല്ലാ കലാരൂപങ്ങളും അത് ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലേ? അതെ. കുമാരസംഭവം, മേഘസന്ദേശം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, ഋതുസംഹാരം കാളിദാസൻ്റെ കൃതികളാണ്. ഇതൊക്കെ എവിടുന്ന് വന്ന്? കാർൽ മാർക്സ് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ലല്ലോ, ഇത് ഉജ്ജയിനിയിൽ പിന്നെ ഇരുന്ന് കാളിദാസൻ എഴുതിയതല്ലേ?
അല്ലേ? അതെ അതെ. അപ്പോൾ കാളിദാസൻ ഉണ്ടാക്കിയെടുത്ത ആ കാവ്യ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്, ഇന്ത്യൻ ആശയമാണ്. അതുപോലെ പിന്നെ ഞാൻ ഈ എപ്പിക്കുകളുടെ ഇതിഹാസങ്ങളുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. വേറൊരു നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്ന് സമകാലിക കാര്യം പറയാം. ഇവിടെ ഈ കലയെയും സാഹിത്യത്തെയും സിനിമയും ഒക്കെ വേർതിരിച്ച് രാഷ്ട്രീയമായി കാണുകയും അതിനെ മതത്തിൻ്റെ സങ്കുചിത ഭിത്തി കെട്ടി മാറ്റി നിർത്തുകയും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഒരു ഉദാഹരണം പറയാം. അവർ മതവെറിയുടെ ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മൾ ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു, ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് KP കുമാരനെടുത്ത ഒരു സിനിമയുണ്ട്. കുമാരനാശാൻ്റെ ജീവചരിത്രമാണ്. ആശാൻ്റെ ജീവചരിത്രത്തെ ഉപജീവിച്ച് എടുത്ത ഒരു ബയോപിക്സാണ്, ഇല്ലേ? ജീവചരിത്രപരമായ സിനിമ. ആ സിനിമയ്ക്ക് കേരളത്തിൽ എത്ര തിയേറ്റർ പ്രദർശിപ്പിക്കാൻ കിട്ടി? ആ സിനിമ വന്നിട്ട് എത്ര പേര് കണ്ടു? അതിന് ഒരു ജില്ലയിൽ ഒരു തിയേറ്ററെങ്കിലും പ്രദർശനത്തിന് കിട്ടാൻ വേണ്ടി എന്ത് പ്രയാസപ്പെട്ടു അതിൻ്റെ സംവിധായകൻ കുമാരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് ആ സിനിമ നിർമ്മിച്ചത്. അത് കണ്ടവർ അതിമനോഹരമായ സിനിമയാണെന്ന് പറയുന്നു. കുമാരനാശാനെ പോലെയുള്ള ഒരു ഐതിഹാസിക കവിയുടെ ജീവചരിത്രം വളരെ കാലം എടുത്തുകൊണ്ട് KP കുമാരനെ പോലെ ഉള്ള ഒരു സമർത്ഥനായ സിനിമാക്കാരൻ എഴുതി സംവിധാനം ചെയ്തതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അത് കണ്ടു നോക്കാൻ ജനങ്ങൾക്കൊരവസരം പോലും കൊടുക്കാത്ത തരത്തിൽ സംഘടിത സിനിമാ പ്രസ്ഥാനത്തിലുള്ളവർ, പ്രദർശനശാലകൾ നടത്തുന്നവർ, വിതരണ ശൃംഖല നിയന്ത്രിക്കുന്നവർ, സിനിമയിലെ കള്ളക്കടത്തുകാരുടെ ലോബി അതിനെ ബോയ്ക്കോട്ട് ചെയ്തു. നിങ്ങൾ നോക്കൂ, 13 ജില്ലയിലും ഒരു തിയേറ്ററിലെങ്കിലും അത് പ്രദർശിപ്പിച്ചു. കേരളത്തിൽ 14 ജില്ലയില്ലേ? എന്തുകൊണ്ട് ഒരു ജില്ലയിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കുമാരനാശാൻ്റെ സിനിമയ്ക്ക് പ്രദർശനാനുമതിയില്ല? കേരളത്തിലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നേതാവ് ഇതിനെക്കുറിച്ച് ആലോചിച്ചോ ചിന്തിച്ചോ പറഞ്ഞോ? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പ്രദർശിപ്പിക്കാത്ത ഒരേ ഒരു ജില്ല കേരളത്തിലുണ്ട്. ഏതായിരിക്കും അത്? ഏതായിരിക്കും? കണ്ണൂർ. ദുരവസ്ഥ എന്ന കൃതി എഴുതിയ കുമാരനാശാൻ്റെ സിനിമ കാണണ്ട എന്ന് വിചാരിക്കാൻ കാരണം, അങ്ങനെ വിചാരിക്കാൻ ഒരു ജില്ല ഏതായിരിക്കും? മലപ്പുറം. മാപ്പിളക്കലാപത്തെ ഉപജീവിച്ച് അവിടെ നടന്ന സംഭവം സത്യസന്ധമായി ആവിഷ്കരിച്ച ദുരവസ്ഥ എന്ന കൃതി എഴുതിയ കുമാരനാശാൻ്റെ ജീവചരിത്രപരമായ സിനിമ KP കുമാരനെ പോലെയുള്ള ഒരു ക്ലാസിക് ഫിലിം ഡയറക്ടർ, അദ്ദേഹം ദീർഘകാലമായ നിശബ്ദതയ്ക്ക് ശേഷം എടുത്ത ഒരു സിനിമ എനിക്ക് പ്രദർശനാനുമതി കിട്ടാത്ത ഏക ജില്ല കേരളത്തിൽ മലപ്പുറം ജില്ലയാണ്. ഇതേപ്പറ്റി കേരളത്തിലെ സാംസ്കാരിക ലോകം, കേരളത്തിലെ സാംസ്കാരിക രംഗം ദീർഘമായ നിശബ്ദത പാലിച്ചിരിക്കുക. അതുകൊണ്ട് മഞ്ജു പിള്ള പോലെയുള്ളവർ പറഞ്ഞതിൽ ഒരു അത്ഭുതവുമില്ല. ഏതായാലും ഇപ്പോഴും ഭയമൊക്കെ വെടിഞ്ഞിട്ട് പലരും ഇപ്പം പുറത്തേക്ക് വരും. വരട്ടെ. 4-ാം തീയതിക്ക് ശേഷം കൂടുതൽ മഞ്ജു പിള്ളമാർ വരും.